എൻ്റെ പേര് രോഹിത്. ഞാൻ മഞ്ചാടിയിലാണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്നത് 9ാം ക്ലാസ്സിലാണ്. പക്ഷേ എനിക്ക് ശരത് സാറിനെ എൻ്റെ 7ാം ക്ലാസ് തൊട്ട് അറിയാം. അത് സംഭവം രാജീവ് ഗാന്ധി സ്കൂളിൽ എന്നെ കെമിസ്ട്രി പഠിപ്പിച്ചുള്ള ശരത് സാറാണ്. അതേപോലെ ഷൈനി ടീച്ചർ, ക്രിസ്റ്റിൻഡാസ് സാറ് എന്നെ കൊച്ചിലെ തൊട്ടേ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് ടീച്ചേഴ്സിനെ കുറിച്ച് പറയാം. ടീച്ചേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ശരത് സാറ് നമ്മുടെ ഫസ്റ്റ് എന്നെ 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു തുടങ്ങി. ഓൺലൈൻ ക്ലാസ്സാണ് പഠിപ്പിച്ചു തുടങ്ങി. അപ്പം സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ക്ലീന് അല്ല എന്ന് പറഞ്ഞാൽ ഈ ടേബിൾസ് ഒക്കെ വരയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെതായ എലിമെൻ്റ് കെഴ്സീവ് റൈറ്റിങ് അതിൻ്റെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു. അപ്പം സാർ എപ്പോഴും പറയും നല്ല വൃത്തിക്ക് എഴുതണം, എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം, ബുക്ക് ഇങ്ങനെ കോക്കറി ആയിട്ടൊന്നും എഴുതല്ലേ, അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ സെൻ്റർ ഞാൻ കുറിച്ച് അറിഞ്ഞത് സാറിൻ്റെ സ്റ്റാറ്റസ്. സാറ് ഭയങ്കര സ്റ്റാറ്റസ് എടുക്കണം. അപ്പം സാറ് ഭയങ്കര സ്റ്റാറ്റസ് എടുക്കണം. അപ്പം ഞാൻ ഈ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത്, അമ്മ ഇങ്ങനെ സാറിൻ്റെ അവിടെ പോവാം, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പം അപ്പം അങ്ങനെ സാറ് സംഭവം ഈ കെമിസ്ട്രി പഠിപ്പിക്കുന്ന സമയത്ത് മാത്രമേ സാറായിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചേട്ടനെ പോലെയാണ്. അതായത് ഇത് ഇപ്പം നമ്മുടെ ഏത് കാര്യം കൊണ്ടൊരു കൂടെ നിന്ന് താറ്റണ ആളാണ് സാറ് സ്പെഷ്യലാണ്. പിന്നെ ഇത് സാറ് ഇത്രയും ഫ്രീഡം തന്നൊരു സാറിന് ഞാൻ കണ്ടിട്ടില്ല, വേറെ ട്യൂഷൻ ക്ലാസ്സും കണ്ടിട്ടില്ല. അതേപോലെ പിന്നെ അടുത്തത് ക്രിസ്റ്റിൻഡാസ് സാറ് എന്നെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചുള്ളൂ. കാരണം ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പം 10ാം ക്ലാസ് വരെ എന്നെ ബയോളജി പഠിപ്പിച്ച ക്രിസ്റ്റിൻഡാസ് സാറാണ്. ക്രിസ്റ്റിൻഡാസ് സാറ് നല്ല രീതിയിൽ ബയോളജി പഠിപ്പിക്കും. അതുപോലെ കമ്പനിയാണ്, നല്ല സാറാണ്. പിന്നെ ഇത് അനിൽ സാറെന്ന് പറഞ്ഞാൽ നമുക്ക് പയ്യനെ പോലെയാണ്. സാറെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ കട്ട കമ്പനിയാണ്, എന്ത് കാര്യത്തിനും കൂടെ കാണും. ഇവിടെ ഇപ്പം പുറത്തു പോയാലും സാറൊക്കെ ചോദിക്കും, എടാ നമുക്ക് ഒരു ദിവസം മന്തി കഴിക്കാൻ പോയാലെന്നൊക്കെ ചോദിക്കും. അങ്ങനെ സാറ് നല്ല കമ്പനിയാണ്. ഫിസിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് സാറ് കുറച്ച് ടെററാണ്, പക്ഷെ നമുക്ക് ചിരി വരും സാറ് ടെററാകുമ്പോ. പിന്നെ വിജയേന്ദ്രൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് വന്ന ഉടനെ ഫസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാൻ നോക്കും. ചിരിപ്പിച്ച് പിന്നെ ഹിന്ദി പഠിപ്പിക്കും, അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും ചിരിപ്പിക്കും. അങ്ങനത്തെ ഇതാണ്. പിന്നെ ഷൈനി ടീച്ചർ നമുക്ക് മലയാളം പഠിപ്പിക്കും. 10ാം ക്ലാസ് വരെ തന്നെ മലയാളം പഠിപ്പിച്ച ഷൈനി ടീച്ചറാണ്. പിന്നെ ഷൈനി ടീച്ചർ നല്ല രീതിയിൽ പഠിപ്പിക്കും. പിന്നെ ഈ അർത്ഥം, പര്യായം അതൊക്കെ ടീച്ചർ കുറച്ച് കൂടെ ഈ ഡിക്റ്റേഷണറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടീച്ചർ ഇടും. പിന്നെ അനുപമ ടീച്ചർ നമ്മളെ 2 വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷും അതേപോലെ മാത്സും. ഇംഗ്ലീഷ് ഫസ്റ്റ് +1 വന്ന സമയത്തൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് മാത്സ് +1 അതിനെ കോർഡിനേഷൻ അതൊരു ചാപ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് ശരണ എനിക്ക് ടീച്ചറെന്ന് വിളിക്കണമെന്നോട് ചേച്ചിന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ അത് വിളിക്കണമെന്ന് പറഞ്ഞില്ല. ഏതെങ്കിലും എപ്പോഴൊക്കെ വിളിക്കും. പിന്നെ ചേച്ചി എന്ന് പറഞ്ഞാൽ നല്ല കമ്പനിയാണ്. പിന്നെ 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ മലയാളം ഫസ്റ്റ് സെക്കൻഡും ഒക്കെ ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂടെ എപ്പോഴും കട്ട കമ്പനിയാണ്. നമ്മളെ കണ്ട് അന്വേഷിക്കും, ചോദിക്കും, കാര്യങ്ങളൊക്കെ അറിയും. അങ്ങനെ നൈസ് പോകണ്ട. പിന്നെ അടുത്ത അനു നല്ല കമ്പനിയാണ്. അവള് നല്ല പാട്ട് പാടും, നല്ല നൈസാണ്. അടുത്ത